വ്ളോഗിലൂടെയായി ജീവിത വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ജാസ്മിൻ ജാഫർ. ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പ്രേക്ഷകർ ജാസ്മിനെ അടുത്തറിഞ്ഞത്. പ്രണയത്തെക്കുറിച്ചും ബ്രേക്കപ്പിനെക്കുറിച്ചുമുള്ള തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് അവർ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ ഇപ്പോൾ ഞാൻ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരു 3.5 മാസം കൊണ്ട് ഒരാളിൽ ഭയങ്കരമായി അഡിക്റ്റാവാൻ പറ്റുമോ? ഒരാൾ നമ്മളെ ടോട്ടലി ചേഞ്ച് ചെയ്യുമോ? പറ്റുമല്ലേ? ഞാനിപ്പോൾ പറയും പറ്റുമെന്ന്. വെറും 3.5 മാസം കൊണ്ട് എൻ്റെ ജീവിതം മുഴുവനായും മാറ്റിയ ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നാളെ ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, പിന്നെ എന്നെ സ്നേഹിക്കുന്നവർക്കൊരു വീഡിയോ. അതിനു വേണ്ടിയാണ് ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഫെബ്രുവരി 3-നാണ് ഇവനെ ആദ്യമായി കാണുന്നത്. 2 വർഷത്തോളമായി വളരെ മോശം അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഡിപ്രഷൻ പലർക്കും പല രീതിയിലാണ്. എനിക്ക് ഭയങ്കരമായി കരച്ചിൽ വരുമായിരുന്നു. എപ്പോഴും ഉറങ്ങണമായിരുന്നു. അപ്പോൾ വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ, ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. വിശപ്പും ദാഹവും ഒന്നും അറിയാത്ത അവസ്ഥയുമായിരുന്നു. ഇങ്ങനെയൊരു അവസ്ഥയിൽ ഈ വ്യക്തിയുടെ കൂടെ കൂട്ടിയാൽ ശരിയാവുമോ വേണ്ട എന്നായിരുന്നു ആദ്യം ചിന്തിച്ചത്. ചിലപ്പോൾ ഇവൻ വന്നാൽ മാറ്റം വന്നേക്കാമെന്ന് കൂട്ടുകാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു രാത്രിയാണ് ഞാൻ യെസ് പറഞ്ഞത്. ഫെബ്രുവരി 3-നാണ് റിയോയെ എൻ്റെ കയ്യിൽ കിട്ടിയത്. 32 ദിവസം പ്രായമുള്ളൊരു പൊടിക്കുഞ്ഞായിരുന്നു അന്നവൻ. അന്ന് അവൻ നോക്കി ഒരു നോട്ടമുണ്ട്. അവൻ്റെ ആൾക്കാരെയൊക്കെ വിട്ട് നമ്മളുടെ അടുത്ത് വന്നതാണല്ലോ. ആ കണ്ണിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ പേടിയും ഒറ്റപ്പെടലുമൊക്കെയായിരുന്നു തോന്നിയത്. എന്തോ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ തോന്നിയത്. വേറെയൊരു ഡോഗിനെയും റിയോയെയും ഒന്നിച്ചാണ് കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായതാണ് ഇവനെയാണ്. കുറേ എന്നെ നോക്കി നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങി. എന്തോ എന്നിലൊരു വിശ്വാസം കൊണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ഡ്രമാറ്റിക്കായി തോന്നും. അതിൽ കുഴപ്പമില്ല, അങ്ങനെ വേണം. എന്തെങ്കിലും വെറൈറ്റി പേര് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് റിയോ എന്ന പേരിൽ എത്തുന്നത്. എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഈ പേര് ഇഷ്ടമായിരുന്നില്ല. അല്ലെങ്കിൽ ഞാനാണല്ലോ അവന് പേരിടേണ്ടത്. എന്നെ അടുത്തറിയുന്നവർ വരെ അമ്മയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. കല്യാണം കഴിക്കുന്നില്ലേ, പട്ടിയുടെ അമ്മയായി ജീവിക്കുകയാണോ എന്നാണ് എനിക്ക് വരുന്ന കമൻറ്റുകൾ. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പറയട്ടെ, ഞാൻ അവൻ്റെ അമ്മയാണ്. അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഫെയിമോ പണമോ പ്രശസ്തിയോ ഒന്നും അവനറിയില്ല. കളിയും ചിരിയുമൊക്കെയായി എനിക്ക് മദർഹുഡ് ഫീൽ ചെയ്യാറുണ്ട്. കളിയാക്കലൊന്നും ഞാൻ വലിയ കാര്യമായി എടുക്കാറില്ല. ഡോഗ്സ് ഉള്ളവർക്ക് പെട്ടെന്ന് കണക്റ്റാവുന്ന കാര്യമാണിത്.